അപ്പോൾ ഞാൻ തന്നെ ആയത് കേട്ടോ. അങ്കുവിനെ സ്കൂളിൽ വിട്ടിട്ട് സോഫയിൽ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഇങ്ങനെ പിന്നെയും വന്നൊന്ന് കിടന്നിട്ട് എഴുന്നേക്കുമ്പോഴുണ്ടല്ലോ കുറച്ചും കൂടെ മടി കൂടുക ചെയ്യുന്നത്. അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്തൊക്കെ കാറ്റിൻ്റെ തണുപ്പ്, ഓൾമോസ്റ്റ് കോൾഡ് വേവ് വന്ന് തുടങ്ങി. ഇവിടെ ശരിക്കുള്ള തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. രാവിലെ അമ്മ ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വന്ന് അത് കുടിച്ചതാണ്. ഇനി എന്തായാലും കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. തലേദിവസം നമ്മൾ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ലാച്ച പറാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡാണ്. കുറച്ച് ഉലുവയുടെ ഇലയും കാര്യങ്ങളൊക്കെ കേട്ടോ പച്ചക്കളറി കിടക്കുന്നത്. ഇങ്ങനെ അവരെന്തോ ഇങ്ങനെ ഇരുന്നിരുന്നതുകൊണ്ട് പൊറോട്ട പോലെ ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി. പിന്നെ ചായ ഇല്ലാതെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ കറിയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ ഞാൻ കഴിക്കാം. ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയപ്പോൾ നല്ല സോഫ്റ്റായി. ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. തണുപ്പത്ത് ഇതൊക്കെ തന്നെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ. സമയം രാവിലെ 9:30, 5 ഡിഗ്രി ആയിരിക്കും നിലവിലുള്ള ടെമ്പറേച്ചർ. രാവിലെ എഴുന്നേറ്റപ്പം 3 ഡിഗ്രി ആയിരുന്നു. അങ്ങ് പോകാൻ സമയത്ത് 4 ഡിഗ്രി ആയിരുന്നു. പിന്നെ ഞാൻ ദസിഗിന്ന് കുറേ പ്രാവശ്യം പറയാറുണ്ടല്ലോ എൻ്റെ വീഡിയോയിൽ. അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന നാടൻ വീടുകളിലുണ്ടാക്കുന്ന നെയ്ക്കാണത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലുകാരൻ്റെന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഈ സമയത്ത് ഇങ്ങനെ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ റെഡിമെയ്ഡ് വാങ്ങുന്ന പാക്കറ്റ് നെയ്യൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ നമ്മുടെ പാലുകാരനോട് പറഞ്ഞിട്ട് 1 ലിറ്റർ വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നല്ല തൂവെള്ള കളർ പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ്. ചെയ്ത് അങ്ങനെ കഴിക്കാൻ രാവിലെ നമുക്ക് വെറും വയറ്റിൽ ഇത് ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് ഈ ഡ്രൈനസ് ഒന്നും ഉണ്ടാവില്ല, സ്കാൽപ്പിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയാം. ഇനിയുള്ളപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് നാളത്തേക്ക്. അപ്പോൾ സ്വീറ്റ് ലവേഴ്സിന് ഞാനിതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി ഗുലാബ് ജാമുനായി. ഈ ഗുലാബ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നല്ലൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ച സ്വീറ്റ് ഷോപ്പ്. പിന്നെ ഇവിടെ ഇമൃത്തി എന്ന് പറയും. ഇവിടെ നമ്മുടെ നാട്ടിലെ ജിലേബി ഇല്ലേ, ഇവിടുത്തെ ജിലേബി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചെറുതായിരിക്കും. ഇത് ഇമൃത്തി എന്ന് പറയും. പിന്നെ കുക്കീസ്. രാവിലെ 7:10 4 ഡിഗ്രിയാണ്. അങ്കു സ്കൂളിൽ പോകാനുള്ള സമയത്തെ ടെമ്പറേച്ചർ. അവൻ തൊപ്പിയൊക്കെ വെച്ച് കാര്യം സെറ്റായിട്ട് നിൽപ്പുണ്ട് പോകാൻ. തൊപ്പി ഞാൻ നിർബന്ധിപ്പിച്ച് വെച്ചതാട്ടോ. നല്ല കാറ്റുണ്ടല്ലേ, തണുക്കുന്നു പുറത്തിറങ്ങുമ്പോൾ. നമ്മൾ നമ്മുടെ വീടിനകത്ത് റൂം ഹീറ്ററും ഓയിൽ ഹീറ്ററും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ തണുപ്പ് അറിയത്തില്ല, നല്ല വാമായിരിക്കുമല്ലോ എപ്പോഴും. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ആ കാഠിന്യം അറിയുന്നത്. അതുകൊണ്ട് അകത്ത് തന്നെ ചുണ്ടുപിടിയിരിക്കുക. അങ്ങ് മന്ദം പോകുന്നുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. അവനിപ്പോൾ ഞാൻ ലഞ്ചിന് പൈസ കൊടുത്ത് വിടുക കേട്ടോ. അവിടെ നിന്ന് ചൂടോടെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അതായിരിക്കുമല്ലോ നല്ലത്. നമ്മൾ കൊടുത്താൽ അവർ കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇങ്ങനെ തണുത്ത് പോവേ. നല്ല സൈലൻ്റ് ആണ്. അമ്മ ഇറങ്ങി വരുന്നുണ്ട്. ഫോഗില്ല കേട്ടോ, ഇപ്പോൾ നല്ല ക്ലിയർ ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് ഉള്ള തണുപ്പാണ് നമുക്ക് കുറച്ച് പാട്. ഫോഗ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഇത്രയും തണുപ്പില്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഈ ഫോഗ് വരും ജാനുവരിയിൽ. ലഞ്ചിനായിട്ട് ഞാനൊരു സിമ്പിൾ ദാൽ തടിക്കയും റൈസും ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് എണ്ണ വെച്ചു, ജീരകം പൊട്ടിച്ചു, സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മസൂർ ദാല, നമ്മുടെ ഓറഞ്ച് കളറിലെ ദാലില്ലേ ചെറുത്, അതാണ് ഗുണവും പെട്ടെന്ന് വേഗം ചെയ്യും. പക്ഷേ യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് കുറച്ച് പ്രശ്നമായി ദാലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ദാല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കസൂരി മെത്തിയും ഇട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലൊരു 3 വിസിലൊക്കെ കൊടുത്താൽ അത് വേഗം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മെയ്ഡ് വന്നു. അവർ രാവിലെ വരുമ്പോൾ നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. ഞാൻ വൈപ്പർ വെച്ച് തുടയ്ക്കാൻ പറയുമ്പോൾ കേൾക്കത്തില്ലേ, ചൂടുവെള്ളത്തിലാണ് തുടയ്ക്കുന്നതെങ്കിൽ അവർക്കിതാ ശീലം. അങ്ങനെ തിരിച്ച് വന്ന് നമ്മുടെ ദാലിന് റെഡിയാക്കണം. അപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നമ്മുടെ ഒരു കീറുണ്ടാക്കുന്നത് കാണിച്ചില്ലേ, ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട്, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് കുടിക്കാമല്ലോ എന്ന് വെച്ച് ചൂടോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ദാല് കുക്കറിൻ്റെ ആവിയൊക്കെ മാറി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിൾ ഈ ദാലും റൈസും തന്നെ ഈ തണുപ്പത്ത് ധാരാളം തന്നെയാണ്. നമ്മുടെ വയറും നിറയും, ഒരുപാട് പണിയും എടുക്കണ്ട. നമ്മൾ ഈ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് കറങ്ങണ്ടല്ലോ. വെള്ളമൊക്കെ തൊടുമ്പോൾ തന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിലും ബെറ്റർ സിമ്പിളായിട്ട് ഒരു പപ്പടവും വെച്ച് കുറച്ച് നെല്ലിക്ക അച്ചാറിപ്പോൾ ഇഷ്ടംപോലെ അമ്മ വന്നുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയും അത് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. കുറച്ച് ദാലും പപ്പടവും നമ്മുടെ നെല്ലിക്ക അച്ചാറും കൊടുത്തിട്ടുണ്ട്. ഞാനും കഴിക്കാൻ പോവാം. പിന്നെ എന്നെ മാടി വിളിക്കുന്ന ഒരു സംഭവം, നമ്മുടെ ബെഡ്. ഓടി വന്നു, കിടന്നു, പുതച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്ക് അങ്ക് വരും. രാത്രി മുമ്പേ പോയിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ ശബ്ദം കിട്ടിയിട്ടാണ് പുറത്തിറങ്ങിയത്. ആള് പതുക്കെ മന്ദം നടന്നു വരുന്നുണ്ട്.
വരുന്ന വഴിക്ക് അങ്കുവിന് പുതിയൊരു റാക്കറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ബാഡ്മിൻ്റൻ്റെ അവൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അവന് ബാഡ്മിൻ്റന് വിടുന്നില്ല ഞാൻ, കാരണം കുറച്ച് ഹെക്റ്റിക്കാണ് അവൻ്റെ ഷെഡ്യൂൾ, അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഉറക്കം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കോ ബാഡ്മിൻ്റൻ. നോട്ടെ, കാരണം രാവിലെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന് ട്യൂഷന് പോകണം, പിന്നെ ബാഡ്മിൻ്റനും ഒത്തിരി ടയർഡാകുമായിരുന്നു അവൻ. അപ്പോൾ എന്തായാലും നോക്കാം, ഇനി കുറച്ച് ഫ്രീ ആവുന്ന സമയത്ത് വീണ്ടും വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് മോമോസ് ഉണ്ടായിരുന്നേ. മോമോസ് വാങ്ങി സ്നാക്സിനായിട്ട് അവർ നല്ല പ്രൊഫഷണലായിട്ട് ഇപ്പം നല്ലതായിട്ട് പാക്കൊക്കെ ചെയ്താണ് തരുന്നത്. അതിൻ്റെ ചട്നിയാണ് സൈഡിൽ കാണുന്ന, സോസ് അല്ല കേട്ടോ. ഇവരുണ്ടാക്കുന്ന ഒരു സൈസിൽ മുളക് ചട്നിയാണ്, നല്ല എരിവാണ്. അപ്പോൾ അമ്മയുടെ ഫേവറേറ്റ് സംഭവമാണ് മോമോസ്. പിന്നെ അങ്കുവിനും ഒത്തിരി ഇഷ്ടമാണ്. അങ്കു ട്യൂഷന് പോയിരുന്നേ, അപ്പോൾ അവൻ തിരിച്ച് വന്നിട്ടാണ് അത് കൊടുക്കുന്നത് കേട്ടോ. തിരിച്ചു വന്നിട്ട് അത് കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ്. കൈ കഴുകി പോയി, കൈ കഴുകിയിട്ട് വായി കഴിക്കേ, കൈ കഴുകിയിട്ട് വന്ന് കഴിക്കേ. ആ നിന്റെ പാന്റ് തിളങ്ങുന്നടാ. ആ അതോ തിളങ്ങുന്നു, ഇതോ ആ സൈഡിൽ എന്തോ അത് നല്ല മിനുക്കം. ആ ഫ്ലൂറസെൻസ് പോലെ. മോന് കാണാൻ പറ്റത്തില്ല, ഇവിടെ ഇരുന്ന് അമ്മയ്ക്ക് കാണാം. ഒന്നുമില്ല, ഇതേണ്ട ഈ സൈഡിൽ തിരിഞ്ഞു നിന്നേ ഉണ്ടായി എഴുതിയേക്കുന്നത്. ഇത് എഴുതിയേക്കുന്ന ദൂരെ വയ്ക്കുമ്പോൾ തിളക്കം കാണിക്കുന്നു. കൈ എഴുതിയിട്ടെടുത്ത് കഴിച്ചോ കേട്ടോ. ഇങ്ങനെയുണ്ട്, സൂപ്പറാണ്. ഡിന്നറിന് മുട്ടക്കറിയും അപ്പവും. അമ്മ ദേ സവാളയും നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് തന്നിട്ടുണ്ട്, മുട്ടയും പുഴുങ്ങിയിട്ടിട്ടുണ്ട്, മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തിന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ടൊന്ന് കഴുകി കൊടുത്ത് അമ്മ നന്നായിട്ട് അരിഞ്ഞ് തരും, കുരുകുരാന്ന് അരിഞ്ഞ് തരും. ഞാൻ കുറച്ച് കട്ടിയായിട്ട് അരിയുന്നു, അമ്മ നല്ല നൈസായിട്ട് അരിഞ്ഞ് തരും. അപ്പോൾ അതേ ഈ രീതിയിൽ അമ്മ അരിഞ്ഞ് തന്നിട്ടുണ്ട്. വെറും സവാളയും നമ്മൾ വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. കടായി വെച്ചു, എണ്ണ വെച്ചു, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം മുട്ടക്കറിക്ക്, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ആ ഒരു പച്ചച്ചവ വന്നാൽ ആ മുട്ടക്കറിയുടെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, വീണ്ടും വഴറ്റിയിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകം, ഇതിൻ്റെ പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നാടൻ സ്റ്റൈലിലാട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നാമത് തണുപ്പും കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികൾ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവർ അങ്ങനെ നിൽക്കത്തുള്ളൂ. ചിലപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാൽ ആ ഫ്ലേവർ അങ്ങ് മാറും. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് അത് സെറ്റപ്പ് ആക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പത്തിന് പറ്റിയൊരു മുട്ട റോസ്റ്റ് പോലെ ഞാൻ ഉണ്ടാക്കിയേക്കാം. ചില സമയത്ത് സിമ്പിൾ സവാള വെച്ചിട്ട് ഞാൻ കുക്കർ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ് അപ്പത്തിന്. അപ്പത്തിന് എന്നല്ല, നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ മുട്ടക്കറി എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു മുട്ടയിലൊന്നും അരി ഒതുങ്ങത്തില്ല. അമ്മയ്ക്ക് മാത്രമേ ഒരു മുട്ടയുള്ളൂ കേട്ടോ, ബാക്കി എല്ലാവർക്കും 2 മുട്ട വേണം. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും. ജില്ലയിലും അപ്പം ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടവടേന്ന് കുറച്ച് അപ്പം കൂടെ ചുറ്റിട്ട് ചൂടോടെ കഴിക്കേണ്ടവർക്ക് ആദ്യം കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് കാസറോളിൽ. രാക്കേക്ക് ഇങ്ങനെ ചൂടോടെ കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ചുട്ട് കാസറോളിൽ വെച്ചാൽ അതിനകത്തുനിന്ന് എടുത്ത് കഴിക്കണം രാക്കേക്ക് ഇഷ്ടം. അല്ലാതെ ചൂടോടെ ചിലർക്ക് കഴിക്കണം കുടിക്കണം. രാക്കേക്ക് അങ്ങനെയില്ല, എല്ലാം തണുത്തിട്ട് രാക്കേ കഴിക്കത്തുള്ളൂ. ഞാൻ കാസറോളിലും രാക്കേക്ക് വെച്ചു. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആയിട്ടേ കുട്ടി കുട്ടി വ്ളോഗായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു ഇന്ന് മോർണിംഗ് ടു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞ്. ഇനി പോയി കിടന്ന് ഉറങ്ങണം. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.